രാജ്യത്താകെ പലയിടങ്ങളിലായി സമാനമായ രീതിയിൽ കനത്ത ചൂട് തന്നെയാണ്. പലയിടങ്ങളിലും ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയാണ്. എന്താണ് നിലവിൽ മറ്റിടങ്ങളിലെ സ്ഥിതി കൂടി എന്ന് നോക്കാം. ഉത്തരേന്ത്യയിൽ കടുത്ത ചൂടുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നിലവിലുണ്ട്. ഈ മാസം 27 വരെ ജാഗ്രത പുലർത്തണം എന്നാണ് നിർദ്ദേശം. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. പനഗായമിൽ 43.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ താപനില. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, ഇന്ത്യയിലാകെ മൊത്തം ആ മാപ്പ് നമ്മൾ കണ്ടാൽ ചുവന്ന് ഇരിക്കുന്ന ഇന്ത്യയാണ് നമ്മൾക്ക് കാണുന്നത്. എന്താണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? രാജ്യത്താകെയുള്ള സ്ഥിതി ഏത് നിലയിലാണ്? രാജ്യത്ത് കടുത്ത ചൂട് ഉയരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗം അടക്കം സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ മാസം 27 വരെ ആ ജാഗ്രത പുലർത്തണം. കാരണം ഡൽഹി, ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ആ ചൂട് വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും രാവിലെ മാത്രമല്ല, രാത്രി കാലങ്ങളിലും ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ മറ്റ് നിർദ്ദേശങ്ങളടക്കം ശക്തമായി പാലിക്കണമെന്നതും ഇപ്പോൾ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലാണ് ഇന്നലെ ഏറ്റവും അധികം ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 43.8 ഡിഗ്രി സെൽഷ്യസ് ആണ് പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയ താപനില എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ 40 മുകളിൽ തന്നെയാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്നലെ 42.1 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരുന്നു. വരും ദിവസങ്ങളിലും ഇത് അതിശക്തമായി തന്നെ ഉയരാനും 50 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും പരമാവധി വീടുകളിൽ ഈ ഉച്ച സമയത്തെല്ലാം വീടുകളിൽ തുടരണം. അതോടൊപ്പം തന്നെ നേരിട്ട് തന്നെ കൊള്ളരുതെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ ഉഷ്ണതരംഗത്തിന് തന്നെയാണ് ഒരു മുന്നറിയിപ്പ് ഉള്ളത്. ദിൽന പ്രജിത്ത്. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.